ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ല അടിപൊളി ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെള്ളയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അരി കുതിർക്കാൻ മറക്കുന്ന ദിവസങ്ങളിലൊക്കെ തീർച്ചയായിട്ടും ചെയ്തു വെക്കാൻ പറ്റുന്ന ഒരു ഈസി ടേസ്റ്റി അപ്പം കൂടിയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യേണ്ട കാര്യം മറന്നു പോകരുത്. ഇപ്പോൾ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ കണ്ടു നോക്കിയാലോ. അപ്പോൾ ഈ ഒരു അപ്പം ഉണ്ടാക്കാനായിട്ട് നമുക്കിതിലേക്ക് അരിപ്പൊടിയാണ് വേണ്ടത്. അരിപ്പൊടി എന്ന് പറയുമ്പോൾ നമുക്ക് വീട്ടിലെപ്പോഴും സ്റ്റോക്ക് ഉണ്ടാകുന്ന സാധാരണ പത്തിരിപ്പൊടി ഉണ്ടല്ലോ, വറുത്ത പച്ചരിപ്പൊടി, അതാണ് കേട്ടോ, നൈസായിട്ടുള്ള പത്തിരിപ്പൊടി. അപ്പം, ഇടിയപ്പം, പത്തിരിക്കൊക്കെ എടുക്കുന്ന ആ ഒരു പൊടി 2 കപ്പ് അളവിലാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ പൊടിയിലേക്ക് ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കട്ടയില്ലാതെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. സാധാരണ പച്ചവെള്ളം തന്നെ ഒഴിച്ചാൽ മതി കേട്ടോ. ഒരു 2 to 2.25 കപ്പ് ഒക്കെ വെള്ളം മതിയാവും. ഇതുപോലെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ഇതാ ഈ ഒരു രീതിയിലൊന്ന് കലക്കിയെടുത്താൽ മതി. ഇതൊരു സൈഡിലേക്ക് വെക്കുക. എന്നിട്ട് ഇനി മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 കപ്പ് അളവിൽ ചോറാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ഏത് ചോറായാലും മതി. ഞാനിപ്പോൾ ഇവിടെ പൊന്നിയരിയുടെ ചോറാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഉച്ചക്കത്തേക്ക് ഉണ്ടാക്കുന്ന ഏതായാലും മതി. മട്ടരി ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നല്ല വെള്ള അപ്പം, നല്ല വൈറ്റ് കളറിൽ കിട്ടണമെങ്കിൽ വെള്ള ചോറ് തന്നെ ഇട്ട് കൊടുക്കണേ. ചോറ് പിന്നെ ഒരുപാട് കൂടി പോകും വേണ്ട കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം മിക്സാക്കി വെച്ചിട്ടുള്ള അരിപ്പൊടിയുടെ കൂട്ടുണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് മുഴുവനായിട്ട് ആദ്യം ഒഴിക്കേണ്ട, ഒരു പകുതി ഭാഗം ഒഴിച്ചു കൊടുക്കട്ടെ. കാരണം തേങ്ങയും ചോറ് നന്നായിട്ടൊന്ന് അരിഞ്ഞോട്ടെ. അത് കഴിഞ്ഞിട്ട് ബാക്കി ഒഴിക്കാം. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ലോണം അരച്ചെടുക്കുക. ആ തേങ്ങയും ചോറൊക്കെ നന്നായിട്ട് അരഞ്ഞിട്ട് ഇതുപോലെ ഉഷാറായിട്ട് കിട്ടിയിട്ടുണ്ട് മാവിൻ്റെ കൂടെ. ഇനി ബാക്കിയുള്ള ആ മിക്സാക്കി വെച്ച മാവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഇതിലേക്കൊരു ടേബിൾ സ്പൂൺ നിറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പത്തിന് എപ്പോഴും ചെറിയൊരു മധുരപ്പ് ഉണ്ടാവുമല്ലോ പുളി ടേസ്റ്റിൻ്റെ കൂടെ. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ അടുത്തിട്ടിട്ടുണ്ട് കേട്ടോ. നോക്കിയിട്ട് ഇട്ടാൽ മതി. മാവിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് നമുക്ക് മിക്സാക്കി നോക്കിയിട്ട് വേണമെങ്കിൽ ഇത്തിരിയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർക്കുന്നത് കേട്ടോ. ഇനി ഡ്രൈ ഈസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു ഇത്തിരി പഞ്ചസാരയും ഈസ്റ്റും ഒരു ചെറിയ ചൂടുവെള്ളത്തിൽ കലക്കി വെച്ചിട്ട് അതൊന്ന് പൊങ്ങി വരുമ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതി. ഈസ്റ്റ് എടുക്കുന്ന സമയത്ത് എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടുള്ള ഈസ്റ്റ് ആയിരിക്കണം കേട്ടോ. കുറേ ആളുകളൊക്കെ പൊങ്ങി വരുന്നില്ല എന്നുള്ളൊരു പ്രശ്നം പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടുള്ള എടുക്കുക, പഴയത് എടുക്കരുത്. ഞാനെപ്പോഴും ഈസ്റ്റ് ഫ്രിഡ്ജിലാണ് കേട്ടോ സൂക്ഷിക്കുന്നത്. അതുകൂടെ ഒന്ന് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. ഇനി പെട്ടെന്ന് റെഡിയാക്കിയിട്ട് അല്ലെങ്കിൽ തണുപ്പ് കാലാവസ്ഥയിലൊക്കെ ആണെങ്കിൽ ഒരു 3/4 ടീസ്പൂണിൻ്റെ അടുത്ത് ചേർത്താലും മതി. ഇനി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ലോണം ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പൊങ്ങി വരാൻ വേണ്ടി വെക്കാനുള്ള പാത്രം ആയതുകൊണ്ട് കുറച്ചൊരു വലിയ പാത്രം എടുക്കണേ. മിക്സിയുടെ ജാറിലേക്കൊരു 1/2 കപ്പിൻ്റെ അടുത്ത് വെള്ളവും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സാക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സാക്കി നോക്കുക. നമ്മൾ സാധാരണ അപ്പത്തിൻ്റെ ഒക്കെ മാവിൻ്റെ ആ ഒരു ലൂസ് മതി. ഒരുപാട് ലൂസും അല്ല, എന്നാൽ കൂടുതൽ ടൈറ്റും അല്ലാത്ത രീതിയിൽ ഈ ഒരു രീതി ഇത് കറക്റ്റ് ആയിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. നന്നായിട്ടൊന്ന് പൊങ്ങി വരട്ടെ. അപ്പോൾ നല്ല ചൂടുള്ള സമയത്തൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും. ഇവിടെ ഇപ്പോൾ 2-3 മണിക്കൂർ കൊണ്ടൊക്കെ അപ്പത്തിൻ്റെ മാവ് കറക്റ്റ് ആയി കിട്ടും. കാരണം നല്ല ചൂട് കാലാവസ്ഥയാണ്. അപ്പോൾ ഇനിയിപ്പോൾ തണുപ്പൊക്കെ ആണെങ്കിലും എപ്പോഴാണെങ്കിലും നമ്മൾ അപ്പത്തിൻ്റെ മാവ് രാത്രിയൊക്കെ കിടക്കുന്ന സമയത്തൊക്കെ അരച്ച് വെച്ചാൽ മതിയിട്ട്. കാരണം എപ്പോഴും അപ്പത്തിൻ്റെ മാവ് ഇങ്ങനെ പൊങ്ങി താഴ്ന്നു കഴിഞ്ഞിട്ട് പിന്നെ അപ്പം ചുട്ട് കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്ന് ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ഇതിവിടെ ഒരു 3 മണിക്കൂറിൻ്റെ അടുത്താണ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തന്നെ നല്ല കറക്റ്റ് പാകത്തിന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്നുമില്ല, പെട്ടെന്ന് തന്നെ നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. എന്നിട്ട് അപ്പം ചുട്ടെടുത്താൽ മതി കേട്ടോ. കാരണം ഇതുപോലെ പൊങ്ങി വന്നിട്ട് പിന്നെ കുറേ സമയം വെച്ച് കഴിഞ്ഞിട്ട് അപ്പം ചുട്ടാൽ കറക്റ്റായി കിട്ടില്ല. ഈ മാവ് ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ട് ഇപ്പോൾ തന്നെ അപ്പം ചുട്ടാൽ നല്ല ഉഷാറായിട്ട് കിട്ടും. ഉപ്പൊക്കെ നമ്മൾ ആദ്യം തന്നെ ചേർത്തുകൊണ്ട് ഇനി ഇതിലേക്ക് ഉപ്പൊന്നും ഇപ്പോൾ ഇടേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പച്ചട്ടി ഇതുപോലെ ഇരുമ്പിൻ്റെ ചട്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചൊരു എണ്ണ തുണിയിലാക്കിയിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് പാകത്തിനുള്ള മാവ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് കറക്കിയെടുക്കുക. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ചട്ടി കൂടുതൽ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് കറക്കിയെടുക്കാൻ കഴിയില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണേ, അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് ആയി പോകും. ഇതുപോലെ ചെറിയ ഹോൾസ് വരുന്ന സമയത്ത് അടച്ച് വെച്ച് കൊടുത്തിട്ട് സാധാരണ പോലെ തന്നെ ഇപ്പോൾ തുറന്ന് വെക്കുന്ന സമയത്ത് നമ്മൾ അപ്പം നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. സൈഡൊക്കെ ഇങ്ങനെ മുരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലത്തെ ചട്ടിയും കൂടി ആകുമ്പോൾ കുറച്ചുകൂടി ഉഷാറായിട്ട് കിട്ടും. നോൺ സ്റ്റിക്കിലും കുഴപ്പമൊന്നുമില്ല, കിട്ടും. ആദ്യത്തെ അപ്പം നല്ല ഉഷാറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കുക കേട്ടോ. ഉപ്പ് കുറവുണ്ടോ അല്ലെങ്കിൽ പഞ്ചസാരയുടെ കുറവുണ്ടോ എന്നൊക്കെ അത് നോക്കിയിട്ടൊന്ന് ബാക്കിയുള്ളത് മിക്സ് ആക്കിയിട്ടുണ്ട്. ബാക്കിയുള്ള അപ്പമൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. ഇനിയിപ്പോൾ വട്ടത്തിൽ ചുറ്റിച്ചെടുക്കാൻ നല്ല പൂവിൻ്റെ ഒക്കെ ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് നല്ല അടിപൊളി അപ്പാക്കി എടുക്കാനായിട്ടും പറ്റും കേട്ടോ. ഇതുപോലെ 4 സൈഡിലേക്ക് മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കാം. അല്ലെങ്കിൽ ബാക്കിയുള്ള സൈഡിലേക്കും കൂടി ഈ ഒരു രീതിയിൽ ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. ഇങ്ങനത്തെ അപ്പം കാണാൻ നല്ല ഭംഗിയായിരിക്കും. കഴിക്കുന്ന സമയത്തും സൈഡ് ഭാഗം ഇങ്ങനെ മുരിഞ്ഞ് നല്ല ഉഷാറായിട്ട് കിട്ടും.
ശരിക്കും പറഞ്ഞാൽ ഈ ഒരു അരിപ്പൊടി കൊണ്ടുള്ള അപ്പം വളരെ സിമ്പിളാണ്. കാരണം നമ്മൾ അരി കുതിർക്കാനൊക്കെ മറക്കുന്ന ദിവസങ്ങളിലൊക്കെ നാളത്തേക്ക് ഇപ്പോൾ രാവിലെ അപ്പം വേണമെന്ന് ചിന്തിക്കുമ്പോൾ അരിപ്പൊടി എപ്പോഴും നമ്മളെ വീട്ടിലുണ്ടാവുന്നതായിരിക്കും, വറുത്ത അരിപ്പൊടി. അപ്പോൾ അത് വെച്ചിട്ട് ഇതുപോലെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ബാക്കിയുള്ള അപ്പമൊക്കെ ഇപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ ചുട്ടെടുത്ത് റെഡിയാക്കട്ടെ. ഈ ഒരു അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് കറിയുടെ കൂടെ വേണമെങ്കിലും കഴിക്കാം. മുട്ടക്കറിയുടെ കൂടെയൊക്കെ സൂപ്പറായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന മുട്ടക്കറി അല്ലെങ്കിൽ ചിക്കൻ കറി, ബീഫ് കറി, കുറുമകൾ, വെജിറ്റബിൾ സ്റ്റൂ ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഞാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാനിപ്പോൾ ഇതിവിടെ നമ്മൾ സിമ്പിളായിട്ടുള്ള ചിക്കൻ പാൽ കറിയുടെ കൂടെ ഉണ്ട്. ഇതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിലുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതുവരെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ, ഒരുപാട് ആളുകൾക്ക് അറിയുന്ന റെസിപ്പി തന്നെയാണ്, എന്നാലും ഇതുവരെ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് വെക്കുന്ന സമയത്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. അപ്പോൾ ഇനി എന്തായാലും നല്ല റെസിപ്പിയായിട്ട് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്